സംവരണവുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റിൽ ഇന്ന് പ്രതിഷേധമുയരും. ഇന്നലെ ഭരണപക്ഷമാണ് സഭ സ്തംഭിപ്പിച്ചത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെതിരെ കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇ.ആർ. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ വിഷയം ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പാർലമെന്റിലേക്ക് കൂടി ഈ വിഷയം ഡി.കെ. ശിവകുമാറിന്റെ പ്രസ്താവന എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, പതിവില്ലാതെ ഇന്നലെ ഭരണപക്ഷം തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു പാർലമെന്റിൽ. പ്രത്യേകിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. അതായത് ഡി.കെ. ശിവകുമാറിന്റെ പരാമർശമാണ്, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ പരാമർശമാണ് ആയുധമാക്കിയത് ഭരണപക്ഷം. പാർലമെന്ററി കാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ന്യൂനപക്ഷ സംവരണത്തിനായി ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെ ഡി.കെ. ശിവകുമാർ തന്നെ തന്റെ പരാമർശത്തിൽ വിശദീകരണമായി രംഗത്ത് വരുന്നതും കണ്ടു. ഡി.കെ. ശിവകുമാർ പറയുന്നത് അത്തരമൊരു പരാമർശം താൻ നടത്തിയിട്ടില്ല, മറിച്ച് ഒരു അഭിമുഖത്തിലെ പരാമർശം വളച്ചൊടിച്ച് BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കാരണം സഭയ്ക്കകത്ത് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്ത അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് ഇത്തരം ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്ന വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്, ഡി.കെ. ശിവകുമാർ തന്നെ ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടന അതിൽ ഭേദഗതി വരുത്താൻ കഴിയില്ല എന്ന വിശദീകരണം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഡി.കെ. ശിവകുമാർ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ്. പക്ഷേ ഇന്ന് വീണ്ടും സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയായിരിക്കും തീരുമാനം. കാരണം ഈ മറുപടി പോരാ എന്നൊരു നിലപാടാണ് ഏതായാലും ഭരണപക്ഷം ഈ ഘട്ടത്തിലും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നേക്കാം. സഭ വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകത്തിൽ JDS BJP നടത്തുന്ന സമരങ്ങളോട് അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ. പ്രത്യേകിച്ച് JDSലെ ചില നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ്. ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. മറ്റ് വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാണെന്ന്, സമരം ചെയ്യാനടക്കം തയ്യാറാണ്. പക്ഷേ സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ സമരത്തിനില്ല എന്ന പ്രതികരണമാണ് JDSന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തത്. പക്ഷേ കുമാരസ്വാമി ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഡി.കെ. ശിവകുമാറിനെതിരെ പരസ്യ പ്രതിഷേധത്തിനുണ്ടാകും എന്ന നിലപാടാണ് കുമാരസ്വാമിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.